നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാനുള്ളത് കോയമ്പത്തൂരിലെ ഒരു വലിയ പ്ലാന്റിലാണ്. ആക്ച്വലി ഇവിടെ നമ്മുടെ ഒരു കോൺട്രാക്ഷൻ ട്രീറ്റ്മെന്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു വലിയ 1,00,000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വലുപ്പം വരുന്ന ഒരു വലിയ ഒരു പ്ലാന്റിന്റെ കൺസ്ട്രക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അവർ ഫ്ലോറിങ്ങിനായി ചെയ്തിട്ടുള്ളത് VDF ഫ്ലോറിംഗ് ആണ്, അതായത് വാക്വം ഡിവാട്ടറിംഗ് ഫ്ലോറിംഗ്. ഇനി ഇതിന്റെ മുകളിൽ എപ്പോക്സി ഫ്ലോറിങ്ങോ അല്ലെങ്കിൽ PU ഫ്ലോറിങ്ങോ വരുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും ഒരു ഹ്യൂജ് ഏരിയയിൽ ഫ്ലോറിംഗ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും വന്ന് ഈ സ്ലാബിൽ ഈ ഫ്ലോറിൽ ക്രാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആക്ച്വലി നമ്മൾ ടൈലിടുമ്പോഴും പലപ്പോഴും നമ്മൾ എപ്പോക്സി സ്പേസർ ഇട്ടിട്ട് എപ്പോക്സി ചെയ്യണം എന്ന് പറയുന്നത് പോലും ഈ എക്സ്പാൻഷനും കോൺട്രാക്ഷനും വരുമ്പോൾ ആ ഫ്ലോറിൽ ക്രാക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ടൈൽ അതിൽ നിന്ന് വിടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ടൈലിടുമ്പോഴും വലിയ ടൈലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് സ്പേസർ ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക എപ്പോക്സി ഫില്ല് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ VDF ഫ്ലോറിംഗ്, അതായത് വാക്വം ഡിവാട്ടറിംഗ്, ഈ ഫ്ലോറിങ്ങിൽ എവറി 3 മീറ്ററിലാണ് ഇവർ എക്സ്പാൻഷനും കോൺട്രാക്ഷൻ ഇട്ടിരിക്കുന്നത്. അതിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിന്റെ ഫുൾ ഡെപ്തിലാണ് അവർ ഈ ഗ്രൂവ് ഇട്ടിട്ട് നിയർ അബൌട്ട് ഒരു 10 സെന്റിമീറ്റർ ഡെപ്തിലാണ് അവർ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് VDFന് വേണ്ടിയിട്ട്. അത്രയും ഡെപ്തിൽ തന്നെ അവർ ഗ്രൂവ് ഇടും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവരവിടെ ഗ്രൂവ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവരവിടെ ഗ്രൂവ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മെഷീനിൽ. സോ ഇപ്പോൾ നമ്മുടെ ടീംസ് ഇവിടെ ഈ ഗ്രൂവിൽ, ഇതാണ് ഗ്രൂവ് ഉള്ളത്, ഈ ഗ്രൂവിൽ 2 സൈഡിലും മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചിട്ട് അതിനുശേഷം അതിൽ ബാക്കിംഗ് റോഡ് എന്ന് പറയുന്നുള്ള ഒരു സ്പോഞ്ച് ടൈപ്പുള്ള ഒരു റോഡ് ഉണ്ട്. ആ റോഡ് നമ്മൾ ആദ്യം ഈ ഗ്രൂവിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ PU സീലന്റ്, അതായത് പോളിയൂരിത്തിൻ സീലന്റ് നമ്മൾ അപ്ലിക്കേഷൻ ചെയ്യുക. ഏരിയ കാണിച്ചു തരാം. ഇത് ഇപ്പോൾ PU സീലന്റ് അപ്ലിക്കേഷൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള ഡസ്റ്റ് കാര്യങ്ങളൊന്നും ഈ ഒരു ഗ്രൂവിലോട്ട് ഇറങ്ങില്ല. പിന്നെ ഒരു എക്സ്പാൻഷനും കോൺട്രാക്ഷനും വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ PU സീലന്റ് അത് റെസിസ്റ്റ് ചെയ്യും. ഇത് ലോങ്ങിറ്റ്യൂണിലായിട്ടും അതേപോലെ ട്രാൻസ്വേഴ്സും ആയിട്ടാണ് മൊത്തത്തിൽ ഈ ഗ്രൂവ് കിടക്കുന്നത്. അപ്പോൾ എവിടെ ഇൻഡസ്ട്രിയൽ ഫ്ലോറിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിലും അവിടെ നിർബന്ധമായിട്ടും ഇതുപോലെ 3 മീറ്റർ അല്ലെങ്കിൽ 4 മീറ്ററിൽ ഗ്രൂവ് ഇട്ടിട്ട് അതിൽ ബാക്കിംഗ് റോഡ് ഇട്ട് അതിൽ PU സീലന്റ് ഇടുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതിനുശേഷമാണ് ഇതിന്റെ മുകളിൽ എപ്പോക്സി അല്ലെങ്കിൽ PU ഫ്ലോറിംഗ് വരിക. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.